ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ ആങ്കുലറിൻ്റെ ഒരു സീരീസ് ചെയ്തായിരുന്നു. അതായത് ഫ്രണ്ട് ആൻഡ് ഫ്രെയിംവർക്കിൻ്റെ നമുക്കൊരു മെയിൻ സ്റ്റാക്കിലോട്ടോ ഫുൾ സ്റ്റാക്ക് ഡൊമൈനിലോട്ടോ പോകണമെങ്കിൽ നമുക്കൊരു ബാക്ക് കൂടിയേ ചെയ്യൂ. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബാക്ക് Node.js ആണ്. നമുക്ക് ആക്ച്വലി എന്താണ് Node.js എന്ന് പറഞ്ഞാൽ നോക്കാം. നമ്മൾ ചുമ്മാ ഗൂഗിളിൽ വാട്ട് ഈസ് Node.js എന്ന് പറഞ്ഞ് കൊടുത്താൽ കിട്ടുന്ന കുറേ ഡെഫിനിഷൻസ് കിട്ടും. കുറേ തിയറിറ്റിക്കൽ ഡെഫിനിഷൻസ് ആണ്. നമ്മൾ ആക്ച്വലി എന്താണ് Node.js എന്ന് പറഞ്ഞ് നോക്കാം. അത് നോക്കണമെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ബിഗിനിങ്ങിലോട്ട് പോകണം. കാരണം നോഡിൻ്റെ കോർ എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1995 അതായത് ക്ലയൻറ്റ് സൈഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ ഒരു HTML ഉണ്ട്, അതായത് വ്യൂ ചെയ്യാൻ HTML ഉണ്ട്, സ്റ്റൈൽ ചെയ്യാൻ CSS ഉണ്ട്. അതിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. മീൻസ് ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു പർട്ടിക്കുലർ പേജിലോട്ട് പോകണം. ആ ഫംഗ്ഷൻസ് എല്ലാം ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണെങ്കിൽ ആ ഫംഗ്ഷൻസ് എല്ലാം ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇതെങ്ങനെ ബ്രൗസറിൽ മനസ്സിലാവുമെന്ന് വെച്ചാൽ, നമുക്ക് ബ്രൗസറിൽ ഇപ്പോൾ ചുമ്മാ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് ചെയ്താൽ ബ്രൗസറിന് മനസ്സിലാവില്ല. ഇതൊരു പ്രോഗ്രാം ലാംഗ്വേജ് ആണ്, അതായത് ഈ ലാംഗ്വേജ് ഇങ്ങനെ ചെയ്യുന്നൊന്നും ബ്രൗസറിന് മനസ്സിലാവില്ല. ബ്രൗസറിന് മനസ്സിലാവണമെങ്കിൽ ആ പ്രോഗ്രാം ലാംഗ്വേജിന് ബ്രൗസറിന് അറിയുന്ന ഒരു കോഡിലോട്ട് മാറണം, അതായത് മെഷീൻ കോഡിലോട്ട് മാറ്റിയാലേ ബ്രൗസറിന് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ബ്രൗസറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് എൻജിൻസ്. ഇപ്പോൾ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡിനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ ബ്രൗസറിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് എൻജിൻസ്. ഓരോ ബ്രൗസറിനും ഓരോ എഞ്ചിനാണ്. ഇപ്പോൾ മോസില്ല ഫയർഫോക്സ് ആണെങ്കിൽ സ്പൈഡർ മങ്കി ഉണ്ട്, ഗൂഗിൾ ക്രോം ആണെങ്കിൽ V8 എഞ്ചിൻ, അതായത് പിന്നെ എക്സ്പ്ലോറർ ആണെങ്കിൽ ചക്ര. ഇതിലേറ്റവും പവർഫുൾ ആണ് എനിക്ക് തോന്നുന്നത് V8 എഞ്ചിനാണ്. V8 എഞ്ചിൻ ചെയ്യുന്നത് വെച്ചാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡയറക്റ്റ്ലി മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചുമ്മാ ഇതിൻ്റെ ഡെവലപ്പർ ടൂൾ എടുത്ത് console.log ഹലോ ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. ഓക്കെ, ചുമ്മാ ഒരു പ്രിൻ്റാണ് കൊടുത്താൽ ഇവിടെ ഹലോ പ്രിൻ്റ് ആയി. ഇത് ആക്ച്വലി ബ്രൗസറിൽ V8 എഞ്ചിൻ ഈ കോഡിനെ മെഷീൻ കോഡായിട്ട് കൺവേർട്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചത് ഈസിലി പെട്ടെന്ന് ചെയ്തു. അപ്പോൾ പെട്ടെന്ന് നമുക്കെല്ലാം കിട്ടി. അപ്പോൾ ഇത് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്ത ഡെവലപ്പേഴ്സ് ചിന്തിച്ചു, ഇതിപ്പോൾ ഇത്രയും ഫാസ്റ്റായിട്ട് കിട്ടി, ഇത്രയും ഫാസ്റ്റായിട്ട് എല്ലാം പ്രോസസ്സ് നടക്കുന്നുണ്ട് ഇവിടുത്തെ ബ്രൗസറിൽ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ സിസ്റ്റത്തിൽ ഇത് എന്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ഈ V8 എഞ്ചിനെ നമുക്ക് ഓരോ സിസ്റ്റത്തിൽ ഇൻബിൽട്ട് ആയിട്ട് വെച്ചുകൂടാ? അങ്ങനെ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ജാവാസ്ക്രിപ്റ്റ് കോഡെല്ലാം സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സിസ്റ്റത്തിൽ എല്ലാ കാര്യങ്ങളും ജാവാസ്ക്രിപ്റ്റ് കോഡ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാവരും ആലോചിച്ചു. എന്നിട്ടൊരു ഫൈനലി ഒരു രൂപത്തിലെത്തി. അതായത് ജാവാസ്ക്രിപ്റ്റ് V8 എഞ്ചിനെ നമ്മൾ C++ ആയിട്ട് എംപ്ലോയ് ചെയ്തിട്ട് എന്ത് ചെയ്തു, സിസ്റ്റത്തിലോട്ട് ഇട്ട് വെച്ചു, ഇൻറ്റിഗ്രേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് സിസ്റ്റത്തിലും ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലെത്തി. ഓക്കെ, ഇനി നമുക്ക് സംശയം ഉണ്ടെങ്കിൽ CMD എടുത്തു, ഇവിടെ ക്ലിയർ കൊടുക്കാം, ഓക്കെ. CMD എടുത്തിട്ട് ചുമ്മാ console.log ഹലോ പ്രിൻ്റ് നോക്കാം. കണ്ടോ, ഇവിടെ ഒരു വാർണിംഗ് അടിച്ചു, പ്രിൻ്റ് ആയില്ല. അത് നമ്മൾ സിസ്റ്റത്തിന് മനസ്സിലായിട്ടില്ല ഇത് ജാവാസ്ക്രിപ്റ്റ് കോഡാണ്, എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ആക്ച്വലി നോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോഡ് എന്ന് ചുമ്മാ ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഉണ്ടോ, വെൽക്കം ടു Node.js വേർഷൻ 14.5.0 ആണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ console.log ഹലോ ടൈപ്പ് ചെയ്ത് നോക്കാം, പ്രിൻ്റ് ആവുണ്ടോ ഇല്ല നോക്കാം. ആണോ, ഇപ്പോൾ ഇവിടെ ഹലോ പ്രിൻ്റായി. ഇവിടെ ആക്ച്വലി നടക്കുന്നത് നമ്മുടെ ബ്രൗസറിൽ നടന്ന അതേ സംഭവം തന്നെ. ബ്രൗസറിൽ നമ്മൾ ചുമ്മാ ഒരു ഹലോ പ്രിൻ്റ് ചെയ്തു വന്നു. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇത് എൻ്റെ ഇൻഡിവിജ്വൽ സിസ്റ്റമാണ്. ഇവിടെ നമ്മൾ ചുമ്മാ ഞാൻ നോഡ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഹലോ പ്രിൻ്റ് ചെയ്തു, ഹലോ വന്നു. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് വർക്കായി. അതിന് ഹെൽപ്പ് ചെയ്തത് നോഡാണ്. ഈ നമ്മുടെ ബ്രൗസറിൽ V8 എഞ്ചിൻ നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ സിസ്റ്റത്തിൽ എടുത്ത് വെച്ചു. നോഡ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രൗസറിലെ V8 എഞ്ചിൻ നിങ്ങളുടെ സിസ്റ്റത്തിലുണ്ട്. അത് കാരണമാണ് നിങ്ങൾക്കിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യാൻ പറ്റും. പിന്നെ ആരെങ്കിലും എന്താണ് Node.js എന്ന് പറഞ്ഞ് ബേസിക്കായിട്ട് ചോദിച്ചാൽ ഒരു ബേസിക് ഡെഫിനിഷൻ പറയുന്നത്, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കോഡ് നോഡ് ഇല്ലെങ്കിൽ റൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നോഡ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് സിസ്റ്റത്തിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് Node.js, അതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻ. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ Node.js ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് റൺ ചെയ്യാൻ പറ്റും. Node.js വെച്ച് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി അടുത്ത വീഡിയോസിൽ നമുക്ക് Node.jsൻ്റെ
ഡീപ്പിലോട്ട് പോകാം. അതായത് JWT ഒതൻറ്റിക്കേഷൻ, ഡാറ്റാബേസ് ഇൻറ്റഗ്രേഷൻ, റെസ്റ്റ്ഫുൾ APIs ബിൽഡ് ചെയ്യാനും നമുക്ക് അങ്ങനെ ഒരു വലിയ പ്രൊജക്റ്റായിട്ട് പോകാം. ആ പ്രൊജക്റ്റിന് നമുക്കൊരു ഫ്രണ്ട് എൻഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഫുൾ സ്റ്റാക്ക് ഒരു പ്രൊജക്റ്റ് നമുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.